ഇന്നലത്തെ മുറ്റിയ മട്ടന്റെ ആ ഒരു മുട്ടൻ അടിക്ക് ശേഷം ഷാനവാസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമാകും എന്ന് കരുതിയിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ചധികം വർക്ക് വന്നത്. അപ്പം ഞാൻ ആ വർക്കിന്റെ പിന്നാലെ പോയി. പക്ഷേ ഞാൻ പറയാം, ഷാനവാസ് ഈ സീസണിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു മനുഷ്യനായിട്ട് അവസാനമെങ്കിലും നമുക്ക് ആ ഒരു മുട്ടൻ അടിക്ക് ശേഷം നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് ഞാൻ പലപ്പോഴും ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ചില ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ ഷാനവാസിനെ കുറിച്ചിട്ടാണെങ്കിലും ഷാനവാസിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് പറയുന്ന പല ഒപ്പീനിയൻസിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഷാനവാസ് നല്ല സംസാരിക്കും, ഒരു കാര്യത്തെ അതിങ്ങനെ മറ്റേ അനീഷിന്റെ ആതിരയുടെയൊക്കെ വിഷയത്തിലൊക്കെ അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി മനോഹരം, വളരെ മനോഹരം. പക്ഷേ എവിടെയൊക്കെയോ എനിക്ക് ഷാനവാസ് അനീഷിനോട് കാണിക്കുന്നത് ഒരു നല്ല സൗഹൃദമാണോ എന്ന് എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അനീഷും ഇതുപോലെ തന്നെയാണ് ഷാനവാസിന് സ്ട്രാറ്റജിയാണോ, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യുദ്ധം ചെയ്ത് നേടിയതാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് എന്തോ പലപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു അസ്വസ്ഥത അങ്ങോട്ട് മാറി കിട്ടിയത് ഇന്നലെ ആയിരുന്നു കേട്ടോ. സംഭവം അന്നത്തെ ആ ഒരു നെവിനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് കാരണക്കാരി ആദില ആയിരുന്നു. കാരണം നെവിൻ അങ്ങനെ ഒരു ക്യാരക്ടർ കാണിക്കുന്നു എന്ന് ഷാനവാസ് അല്ല അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഷാനവാസ് ആദിലയുടെ തോന്നപ്പോൾ ആദില അതെടുത്തൊരു ടൂളായിട്ട് ഉപയോഗിച്ച് ആദിലയുടെ ദേഷ്യവും കൂടെ അവിടെ തീർത്തതാണ്. നെവിനോട് ആദിലയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് അങ്ങനെ തീർത്തതാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് ഓരോ സ്റ്റെപ്പും ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി നടന്നായിരുന്നു. അപ്പൊ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവിടെ ഒരു റോൾ മോഡൽ ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നെവിൻ പറയുന്നത് ഷാനവാസിനെയാണ്. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഓക്കെ, നെവിൻ ഷാനവാസിനെ പറഞ്ഞു. ഇന്നലത്തെ വഴക്കുൾപ്പെടെ നടന്നിട്ട് അതിനു മുന്നേ നെവിനെ കുറിച്ചൊരു വലിയ ഒരു ആരോപണം അവിടെ ഉന്നയിച്ചിട്ട് നെവിൻ പറയുന്നു ഷാനവാസ് ആണ് റോൾ മോഡലാക്കാൻ പറ്റിയ വ്യക്തി എന്നുള്ളത്. അതൊരു നെവിന്റെ ഒരു ഡബിൾ ഗെയിം ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഷാനവാസ് ശരിക്കും നെവിനെ വന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതായത് നെവിന് കിട്ടേണ്ട അല്ലെങ്കിൽ നെവിനുമായിട്ടുള്ള ഒരു കോംബോയിൽ തനിക്ക് കിട്ടേണ്ട കുറെ വോട്ടുണ്ട്, അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അനീഷിന് കിട്ടേണ്ട അനീഷ് കോംബോയിൽ കിട്ടുന്ന കുറെ വോട്ടുണ്ട്, അതും ഷാനവാസ് ഒട്ടും മിസ് ചെയ്യുന്നില്ല. ആദില നൂറ ഇവരുടെ ഇടയിൽ തനിക്ക് കിട്ടേണ്ട കോംബോ, അതിൽ നിന്ന് കിട്ടേണ്ട വോട്ട് ഷാനവാസ് മിസ് ചെയ്യില്ല. പിന്നെ അനുമോള് ഇടയ്ക്ക് അനുമോളെ ഒന്ന് ശാസിക്കും, വഴക്ക് പറയും, വല്യാങ്ങളെ ചമയും, എന്നിട്ട് അനുമോളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വോട്ടും ഷാനവാസ് മിസ് ചെയ്യില്ല. പിന്നെ ഇന്നലത്തെ ആ ഒരു മട്ടന്റെ മുട്ടനടി, അതിനും ശരിക്കും പറഞ്ഞാൽ ആര്യൻ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കാണിച്ചത് വളരെ ചീപ്പായി പോയി. അതിനുശേഷം ശരിക്കും ഷാനവാസ് ആ വിഷയത്തെ ന്യായീകരിച്ച് മെഴുകി അനുമോളെടുത്തും അവിടെയുള്ള എല്ലാവരടുത്തും സംസാരിച്ച് അത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെയും ഷാനവാസ് എല്ലാവരടുത്തും മിങ്കിൾ ചെയ്ത് വളരെ കൂളായിട്ട്, ഈവൻ അനീഷും ഷാനവാസും തമ്മിൽ ഇന്നലെ ഉണ്ടായ ആ ഒരു വഴക്കിന് ശേഷം ഇന്നത്തെ ഇപ്പൊ ഫാമിലി എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ലൈവിൽ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ജിസേൽ ഉണ്ടല്ലോ, ജിസേലിനെ അനീഷിന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിക്കുകയാണ് അവിടെ ഷാനവാസ്. അപ്പൊ അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജിസേൽ പ്രപ്പോസ് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനീഷിന്റെ കൂടെ ഇങ്ങനെ നടന്ന് അനീഷിനെ കൊണ്ട് ഇങ്ങനെ പറയാണ്, അവിടെ ജിസേലിന് ചെമ്മീൻ്റെ വലിയ ഫാം ഉണ്ട്, ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ചെമ്മീൻ കിട്ടും, നമുക്ക് നോക്കണോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ആ ചെമ്മീൻ മേടിച്ചു തന്നാൽ മതിയോ, അത് ഷാനവാസിന് വന്നാൽ മതി, ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചു തരാം. അപ്പൊ വീണ്ടും ഷാനവാസ് പറയുന്നുണ്ട് ഫ്രഷ് ആയിട്ട് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു ഇവിടെ വന്നിട്ട് എല്ലാം കോണ്ടന്റ് ആണ്, എല്ലാം സ്ട്രാറ്റജിയാണ്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഇപ്പൊ ഒന്നും കൂടെ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ അനീഷ് ഇങ്ങനെ ഷാനവാസിനോട് പറയാണ്. രണ്ടുപേരുടെയും ഒരു ഫൺ ആയിട്ടുള്ളൊരു ടോക്ക് ഒക്കെയാണ്. പക്ഷെ ഷാനവാസ് ആ ഒരു ഫൺ ടോക്കിലും ശരിക്കും ഒരു കോംബോ അവിടെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എഗെയിൻ ഒരു കാര്യം കൂടി ഷാനവാസിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്നലെ ലൈവിൽ ഷാനവാസിന്റെ ഫാമിലി വന്നിട്ട് ഈ പറയുന്ന വൈഫും ഷാനവാസും കുറെ നേരത്തേക്ക് മിസ്സിംഗ് ആയിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഷാനവാസിന് എന്തൊക്കെയോ ഹിന്റ് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈവില് ഈ പറഞ്ഞ ഫാമിലി വരുമ്പോൾ ഉള്ള ഒരു 2 മണിക്കൂർ തികച്ചൊന്നും നമ്മളെ കാണിക്കുന്നില്ല. 2 മണിക്കൂറാണ് ഇവർക്ക് കിട്ടുന്നതെന്നുള്ളത് ഒരു വട്ടം ന്യൂബിൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏതായാലും ശരി, ഷാനവാസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊരു സഹായം എന്നുള്ള രീതിയിൽ, കാരണം ഞാൻ വിചാരിക്കുന്നതല്ല ചിലപ്പോൾ കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഉള്ള ഒരു ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഷാനവാസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം അതെന്തായാലും നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.